നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നവകേരള മാർച്ചിന് പ്രോച്ചൽ തുടക്കം. ചെങ്കടലായി ഉപ്പള. UDF സർക്കാർ സർവ്വമേഖലയിലും പരാജയമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളം കൂരിരുട്ടിലാണെന്നും കാരാട്ട്. ഉമ്മൻചാണ്ടി സർക്കാർ കായംകുളം കൊച്ചുണ്ണിയെ വെല്ലുന്ന കള്ളത്തരങ്ങളാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുമ്മനത്തിന്റെ കുതന്ത്രം കേരളത്തിൽ വിലപോവില്ലെന്നും കോടിയേരി. വിളമ്പുന്നത് ചീഞ്ഞു നാറിയ ഭക്ഷണം. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് റെയ്ഡ്. നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി പൂഴിത്തൊഴിലാളി. വിസ്മയം പകർന്ന് മുഹമ്മദ് റഖീബുൽ. വിശദമായ വാർത്തകളിലേക്ക്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് ഉപ്പളയിൽ പ്രോച്ചൽ തുടക്കം. ഉപ്പളയിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മതനിരപേക്ഷ, അഴിമതി വിമുക്ത, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ ഉദ്ഘാടനം ഉപ്പളയെ ചെങ്കടലാക്കി മാറ്റി. ഉച്ചയോടെ തന്നെ ഉപ്പള പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. നേതാക്കൾ ഓരോന്നായി എത്തിത്തുടങ്ങിയതോടെ ആർത്തിരമ്പിയ ചെങ്കടൽ ഇളകിമറിഞ്ഞു. ജാഥാ നായകൻ പിണറായി വിജയന് പതാക കൈമാറി CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. നിശ്ചയിച്ചതിലും ഏറെ വൈകിയാണ് പരിപാടി തുടങ്ങിയതെങ്കിലും ആവേശം ചോരാത്ത പ്രവർത്തകർ ഇൻഖുലാബ് വിളികൾ കൊണ്ട് ഉദ്ഘാടന ചടങ്ങിനെ ഉത്സവമാക്കി മാറ്റി. P. കരുണാകരൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, KJ തോമസ്, MV രാജേഷ് MP, PK സീനബ, PK ബിജു MP, A. സമ്പത്ത് MP, ഡോക്ടർ KD ജലീൽ MLA, CH കുഞ്ഞമ്പോ, ഉദുമ MLA, K. കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ MLA, K. കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് VPP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയുടെ ആദ്യ സ്വീകരണം കാസർഗോട്ടായിരുന്നു. UDF സർക്കാർ സർവ്വമേഖലയിലും പരാജയപ്പെട്ടുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. നവകേരള മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവ്വമേഖലയിലും UDF സർക്കാർ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിയ ഭരണമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എന്ന് പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. We are seeing how the traditional industries which employ lakhs of workers in coir, cashew, handloom, BD and so on are also facing loss of their livelihood. We are seeing how the public sector undertakings in Kerala, the undertakings which were turned around and started making profits under the previous LDF government headed by Comrade VS, those public sector undertakings today are again in the red, suffering losses, reversing all the gains made under the previous LDF government. ഉമ്മൻചാണ്ടിയുടെ ദുർഭരണത്തിൽ നിന്ന് ജനം മോചനം കൊതിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയും കൂട്ടരും കായംകുളം കൊച്ചുണ്ണിയെ വെല്ലുന്ന കള്ളത്തരങ്ങളാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നവകേരള മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയുടെ പടുകുഴിയിലേക്കാണ് UDF സർക്കാർ കേരളത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കള്ളത്തരത്തിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും കൂട്ടരും കായംകുളം കൊച്ചുണ്ണിയെ തോൽപ്പിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ഈ UDFന്റെ സർക്കാർ എല്ലാ രംഗത്തും പരാജയപ്പെട്ട സർക്കാരില്ല. ഏത് രംഗത്താണ് അവർക്ക് ജനങ്ങളെ സഹായിക്കാൻ സാധിച്ചത്? ഇലക്ഷൻ കാലത്ത് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞോ? 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് ബഡ്ജറ്റുകളിൽ പറഞ്ഞ കാര്യം പോലും നടപ്പാക്കാത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു! വികസനം, കരുതൽ എന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്നത് എന്ത് വികസനമാണ് ഉണ്ടാക്കിയത്? കരുതൽ, ആർക്കാണ് കരുതൽ ഉണ്ടായത്? കോൺഗ്രസിന്റെ മന്ത്രിമാർ, UDFന്റെ മന്ത്രിമാർ, അവരുടെ കരുതൽ മൂലം വർദ്ധിച്ചു, അവരുടെ കീശ വർദ്ധിച്ചു. ഇതാണ് കരുതൽ. സംസ്ഥാനത്തിന്റെ ധനം കരുതി വെക്കാൻ അവർ കഴിഞ്ഞില്ല. ഈ കേരളം ഇന്ന് 1,60,60,000 കോടി രൂപ കടമാണ്. കുമ്മനത്തിന്റെ തന്ത്രം കേരളത്തിൽ വില പോവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിൽ മതേതര കക്ഷികൾ ഐക്യപ്പെടണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. നവകേരള മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
രാജ്യം വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മതേതര കക്ഷികളുടെ പരസ്പര ഐക്യമാണ് ആവശ്യം. അതിന് CPM മാത്രം വിചാരിച്ചാൽ പോരെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ റോഡുകളെ നാഷണൽ ഹൈവേ എന്ന് വിളിക്കാനാവില്ലെന്നും വെറും തോടുകൾ മാത്രമായി കേരളത്തിലെ റോഡുകൾ മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി സൗകര്യമില്ലാത്തത് ഇത് നാം ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് നാം സഞ്ചരിക്കുന്ന റോഡ് നാഷണൽ ഹൈവേ ആണെന്ന് പറയാൻ നമുക്ക് തന്നെ മടിയാകും. നാഷണൽ ഹൈവേയുടെ സ്ഥിതി തന്നെ ഇത്ര പരിതാപകരമാണെങ്കിൽ മറ്റു റോഡുകളുടെ നില പറയാനുണ്ട്. വിളമ്പുന്നത് ചീഞ്ഞു നാറിയ ഭക്ഷണം. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ്. കാസർഗോട്ട് നടത്തിയ റെയ്ഡിൽ നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. നഗരത്തിലെ ഹോട്ടലുകളിൽ പരിശോധന കുറഞ്ഞതു കാരണം പഴകിയ ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു എന്ന പരാതിയെ തുടർന്നാണ് നഗരസഭ ആരോഗ്യവകുപ്പ് ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയത്. അപ്രതീക്ഷിതമായി നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച രാവിലെയാണ് ആരോഗ്യവകുപ്പ് റെയ്ഡ് നടത്തിയത്. വിദ്യാനഗർ, കറന്തക്കാട്, ബാങ്ക് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 3 ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PK ബുദ്ധരാജ്, KP രാജു, PK നാരായണൻ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. പഴകിയ ഭക്ഷണങ്ങൾ വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പൂഴിപ്പണിയെടുക്കുന്ന ഈ ബംഗാളിക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാണ്. വ്യത്യസ്തമായ ഈ വാർത്ത കാണുക. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പറഞ്ഞറിയിക്കാനാവാത്ത സൗഭാഗ്യമാണ്. പള്ളികളിലും ഹിഫ്ള് കോളേജുകളിലും അത്തരത്തിലുള്ള ഒരുപാട് ഭാഗ്യവാന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മറ്റൊരു ദിക്കിൽ, മറ്റൊരു സാഹചര്യത്തിൽ ഒരു ഹാഫിളിനെ കണ്ടുമുട്ടിയാലോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെ കണ്ടു. അയാൾ മലയാളിയോ അറബിയോ അല്ല, തനി ബംഗാളിയായ ഒരു 18-കാരൻ പയ്യൻ. മുഹമ്മദ് റക്കീബുൽ എന്നാണ് അവൻ്റെ പേര്. ബാവിക്കര വലിയ ജമാഅത്ത് ജനറൽ സെക്രട്ടറി BA മുഹമ്മദ് കുഞ്ഞാണ് ആ കാഴ്ചയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. ഇവനാണ് ഞാൻ പറഞ്ഞ ഹാഫിൾ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചപ്പോൾ കോൺക്രീറ്റിന് വേണ്ടി ചെറുക്കളയിലെ ഒരു വീട്ടിൽ മണൽ ചുമക്കുകയായിരുന്ന ആ പയ്യനെ തന്നെ ഞാൻ നോക്കി നിന്നുപോയി. എന്നിട്ട് ചോദിച്ചു, പറ, ഇയാൾ ഹാഫിളാണോ? കേരളത്തിൽ നിറഞ്ഞിരിക്കുന്ന 1000 ബംഗാളികളിൽ ഒരുവനിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയും അവനിൽ കണ്ടില്ല. അതേ വേഷം, അതേ ഭാവം. അരികിലെത്തിയപ്പോൾ ഖുർആനെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഒന്ന് അവൻ പകച്ചുപോയി. ഒടുവിൽ മുഖം വിടർന്നു. പിന്നീട് അവൻ മനോഹരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد العمين. കൽക്കത്തയിലെ മുഹമ്മദ് കലീമുദ്ദീൻ്റെയും റാഹിമയുടെയും ഏകമകൻ. ഉപ്പ ഒരു മുസ്ലിയാരാണ്. അതുകൊണ്ട് തന്നെ മതവും മതപഠനവും അവൻ്റെ ജീവിതത്തോടൊപ്പമുണ്ടായിരുന്നു. ഉപ്പ ഏത് പള്ളിയിലാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ തുച്ഛമായ വരുമാനമാണെന്നും അതുകൊണ്ട് ഉപ്പ കൃഷിപ്പണിക്ക് പോവുകയാണെന്നും റക്കീബുൾ പറഞ്ഞു. മതരംഗത്ത് സജീവമാകാൻ ഒരുപാട് മോഹമുണ്ടായിട്ടും കൂലിപ്പണിയെടുക്കാൻ വേണ്ടി റക്കീബുലും കേരളത്തിലേക്ക് വണ്ടി കയറിയത് അവിടുത്തെ വരുമാനം ജീവിതത്തിൽ ഒന്നിനും മതിയാവാത്തത് കൊണ്ട് തന്നെയായിരുന്നു. वो बंगाली में थोड़ा कमती पैसा इधर वो भी काम करता है. मैं हाफिज पढ़ा वो गांव में, उधर काम कर गया तो थोड़ा पैसा मिलेगा तो इधर काम करके आया, इधर काम करके इसलिए. ഒരു പകൽ മുഴുവൻ കൂലിപ്പണിയെടുത്ത് കഷ്ടപ്പെടുമ്പോഴും പ്രാർത്ഥനയും വിശ്വാസവും മാറ്റിവെക്കാറില്ല ഒരിക്കലും. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന റക്കീബുൽ പണി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് ഖുർആൻ പാരായണം തുടങ്ങും.
ألم نشرح لك صدرك ووضعنا عنك بذرك الذي أنقض ظهرك ورفعنا لك ذكرك. വിശ്വാസത്തിൻ്റെ വിനയവും വിശുദ്ധവാക്യത്തിൻ്റെ മഹിമയും റക്കീബുലിൻ്റെ ഓമനത്തമുള്ള മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അവൻ പിന്നെയും ഖുർആനിലൂടെ ജീവിതത്തെ ധന്യമാക്കുകയാണ്. സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുള്ള ഏകദിന ശില്പശാല സമാപിച്ചു. ജില്ലയിലെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് കുടുംബശ്രീ ത്രിതല സംവിധാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർക്കായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ലീഡ് ബാങ്ക് ചീഫ് മാനേജർ കെ എൻ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, കുടുംബശ്രീ എന്ന് പറയുന്നത് കേവലം മാത്രമായി ഒന്നോ രണ്ടോ ബാങ്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലം. കാലക്രമേണ കുടുംബശ്രീ സമൂഹത്തിന് മാത്രമല്ല ബാങ്കുകൾക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായും എൻ്റെ മാതിരിയുള്ള ഒരു ബാങ്ക് പല അവസരത്തിലും ഇതിൽ വളർച്ച വന്നിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ സഹകരണ ബാങ്ക് മാനേജർ അനിൽകുമാർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് NRLM വിഷയത്തെ ആസ്പദമാക്കി സ്റ്റേറ്റ് മിഷൻ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം മാനേജർ ബിബിന്ദ് വാസു, രതീഷ് എന്നിവർ ക്ലാസ് എടുത്തു. ബാങ്കിംഗ് സേവനങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് കൃത്യസമയത്ത് കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനു വേണ്ടിയും ബാങ്ക് വായ്പ തിരിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ADMC KB വിജയൻ സംസാരിച്ചു. മഞ്ചേശ്വരത്ത് സിവിൽ മെക്കാനിക് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നിൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന റൈസാൻ വികാസാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. മഞ്ചേശ്വരം കുന്നിൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന റഫായ് ഡിസൂസ, വെറോനിക്ക ഡിസൂസ ദമ്പതികളുടെ ഏകമകനാണ് മരിച്ച റൈസാൻ വികാസ്. കർണാടക സ്വദേശിനിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കീറി നശിപ്പിച്ച ശേഷമാണ് ഇയാൾ ഫാനിൽ കെട്ടുതൂങ്ങി ആത്മഹത്യ ചെയ്തത്. റൈസാന്റെ പിതാവ് റഫായ് ഡിസൂസ 14 വർഷമായി സുഖമില്ലാതെ കിടപ്പിലാണ്. അമ്മ വെറോണിക്ക ഇസ്രായേലിലാണ്. മഞ്ചേശ്വരം പോലീസ് എത്തി മൃതദേഹം ഒസങ്ങടിയിലേക്ക് മാറ്റി. പ്രണയനൈരാശ്യമാണ് മരണകാരണമെന്ന് കരുതുന്നു. നഗരപരിധിയിൽ ആരോഗ്യ സംരക്ഷണത്തിനായി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. KDC ലാബിന്റെയും കുടുംബശ്രീയുടെയും ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ തല ഉദ്ഘാടനം ജനുവരി 18 തിങ്കളാഴ്ച രാവിലെ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 65 വയസ്സിന് മുകളിലുള്ളവർക്കും കിടപ്പിലായവർക്കും സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 18 മുതൽ മാർച്ച് 10 വരെയാണ് വാർഡുകളിലെ ക്യാമ്പുകൾ നടക്കുക. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി ഞങ്ങൾ 18-ാം തീയതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 38 വാർഡുകളിൽ 38 ദിവസത്തെ ഷുഗർ BP ചെക്കപ്പുമായി ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇത് വേൾഡ് കിഡ്നി ഡേ മാർച്ച് 10-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ CDS ചെയർപേഴ്സൺ ഷക്കീല മജീദ്, KP അബു യാസിർ, PR സഫറുള്ള, M പട്ടേൽ, സുഹറ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാചക തൊഴിലാളി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ആറങ്ങാടിയിൽ നിന്നും സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചു. ജില്ലാ പാചക തൊഴിലാളി അസോസിയേഷൻ 6ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ മേൽപ്പറമ്പ് രാജമ്മ തോമസ് നഗറിൽ നടക്കും. സമ്മേളന സന്ദേശയാത്ര ആറങ്ങാടിയിൽ നിന്നും പ്രയാണം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പടന്നക്കാട് സന്ദേശയാത്ര സമാപിക്കും. ഇട്ടമ്മിൽ നടന്ന സ്വീകരണ പരിപാടി MMK സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാകാത്ത ഇവിടുത്തെ മുഖ്യധാരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് മറുപടി നൽകുക എന്നുകൂടിയുള്ള ലക്ഷ്യം നമ്മുടെ ഈ യാത്രയിലുണ്ട്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്തിരുന്ന കല്യാണ വീടുകളിൽ മാത്രം പിന്നാമ്പലങ്ങളിൽ, വീടിന്റെ പിന്നാമ്പലങ്ങളിൽ തീയുടെയും പുകയുടെയും ഇടയിൽ ജോലി ചെയ്തിരുന്ന നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ മുഖ്യധാരയുടെ എന്നും
മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമായിരുന്നു ഈ അസംഘടിത മേഖലയിലുള്ള പാചകത്തൊഴിലാളികൾ. കരീം കപ്പണക്കാൽ അധ്യക്ഷനായി. കുഞ്ഞാമത് വെള്ളിക്കോത്ത്, അബൂബക്കർ, ഹമീദ് മടിക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. CPM നേതാവ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് ചിത്രകാരന്മാരുടെ ഐക്യദാർഢ്യം. ഇതിന്റെ ഭാഗമായി തെരുവോര ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടായിരുന്നു പരിപാടി. നവകേരള മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കാഞ്ഞങ്ങാട്ട് ചിത്രകാര സംഗമം നടന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് ചിത്രരചന സംഘടിപ്പിച്ചത്. പ്രശസ്തരായ ചിത്രകാരന്മാർ മുതൽ വരച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾ വരെ ചിത്രരചനയിൽ പങ്കാളികളായി. പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് ടി രാഘവൻ ചിത്രരചനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാം പഠിച്ചതിന് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ച് തുല്യതാണ്. മാറ്റണം, മാറ്റി മറിക്കണം, മാറാല കെട്ടിയ നീതിശാസ്ത്രം, ഇതൊക്കെ നമ്മളൊക്കെ ഉൾവിട്ട് പഠിച്ചതാണ്. നമുക്ക് കുറച്ചും കൂടെ ലളിതമാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ സമാപനത്തോടുകൂടി ഞാനിത് ഉദ്ഘാടനം ചെയ്തു. സമാപനം എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗ പരിപാടി അവസാനിപ്പിച്ച് ചിത്രകല നടക്കാൻ. ചടങ്ങിൽ CPIM ഏരിയ സെക്രട്ടറി P നാരായണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ നവകേരള മാർച്ചിന്റെ സന്ദേശം നൽകി. AV സഞ്ജയൻ, സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അമീബ എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട്ടെത്തിയ സംവിധായകൻ മനോജ് ഖാന പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. കബഡി താരത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സന്തോഷ് വധക്കേസിൽ പ്രേരണ കുറ്റത്തിനാണ് മഞ്ജുഷയെ അറസ്റ്റ് ചെയ്തത്. ചെമ്മട്ടം വയലിലെ ജയിൽ റിമാൻഡിൽ കഴിയുന്ന മഞ്ജുഷയെ കഴിഞ്ഞ മാസമാണ് അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്തത്. ഡിസംബർ 7 രാവിലെയാണ് കാര്യങ്കാട്ട് വീട്ടിൽ സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവിവരം അറിഞ്ഞെത്തിയ പോലീസ് അമിത മദ്യപാനത്തെ തുടർന്നാണ് സന്തോഷ് മരിച്ചതെന്ന നിഗമനത്തിലായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സന്തോഷിന്റെ ബന്ധുവായ മനോജിൽ അന്വേഷണം ചെന്നെത്തിയത്. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ മനോജ് കുറ്റം സമ്മതിച്ചതോടെ കേസിന് തുമ്പുണ്ടാവുകയായിരുന്നു. കബഡി താരമായ സന്തോഷിന്റെ ഭാര്യ മഞ്ജുഷ മനോജിനെ സഹായിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് പ്രകാരമാണ് മഞ്ജുഷയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിൽ മഞ്ജുഷയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി. ശബരിമല തീർത്ഥാടകർക്ക് ഇടത്താവളമൊരുക്കി CPM വായനശാല. നീലേശ്വരം കാര്യങ്കാട്ട് CPM നിയന്ത്രണത്തിലുള്ള NG കമ്മത്ത് സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് അയ്യപ്പ ഭക്തർക്ക് അഭയകേന്ദ്രമായി മാറുന്നത്. കിലോമീറ്ററുകൾ താണ്ടി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഇടത്താവളമൊരുക്കി CPM നിയന്ത്രണത്തിലുള്ള വായനശാല മാതൃകയാകുന്നു. കാര്യങ്കോട് NG കമ്മത്ത് സ്മാരക വായനശാല ഗ്രന്ഥാലയമാണ് തീർത്ഥാടകർക്കായി സൗകര്യമൊരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷമായി കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തരുടെ ഇടത്താവളമായിരുന്നു കാര്യങ്കോട് പുഴയോരം. അവർക്കാണ് വായനശാലയോടനുബന്ധിച്ച് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനും കിടന്നുറങ്ങാനും വിശ്രമിക്കാനുമുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. തീർത്ഥാടന ടൂറിസത്തിന് അനുയോജ്യമായ കേന്ദ്രമാണ് ഈ സ്ഥലം. 13,000 കിലോമീറ്ററോളം ദൂരം താണ്ടി വന്ന തങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നുവെന്ന് തെലങ്കാനയിൽ നിന്നുള്ള ശ്രീധർ പറയുന്നു. ദിവസേന 100 കണക്കിന് തീർത്ഥാടകരാണ് ഈ ഇടത്താവളത്തിലെ താമസ സൗകര്യം ഉപയോഗിക്കുന്നത്. കുടിവെള്ള സൗകര്യവും താമസിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയാൽ തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും കഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് ഇടത്താവളമായ വായനശാലയിലെത്തുന്നവരുടെ പ്രതികരണം. നീലേശ്വരം നഗരസഭയാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കേണ്ടത്. കലാപരിപാടികളും വിസ്മയ കാഴ്ചകളുമായി ഒരു ദിവസം. അച്ചാന്തുരുത്തി ദ്വീപിലെ കാവിൻ വളപ്പ് കുടുംബ സംഗമമാണ് വ്യത്യസ്തമായ അനുഭൂതിയായി മാറിയത്. സ്വപ്ന കൊട്ടാരത്തിൽ ഒരു കുടുംബ സംഗമം. തേജസ്വിനി പുഴയുടെ കുഞ്ഞോളങ്ങളെ തഴുകിക്കൊണ്ട് ഉല്ലാസയാത്ര നടത്തുന്ന സ്വപ്ന കൊട്ടാരത്തിലാണ് കുടുംബസംഗമം ഒരുക്കിയത്. അച്ചാന്തുരുത്തിയിലെ കാവിലവളപ്പ് കുടുംബാംഗങ്ങളാണ് സംഗമം സംഘടിപ്പിച്ചത്. 70-ൽ പരം ആളുകൾ എത്തിയിരുന്നു. അംഗങ്ങളുടെ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി. ബാലൻ നീലേശ്വരത്തിന്റെ വിസ്മയ വിരുന്ന് ശ്രദ്ധ പിടിച്ചുപറ്റി.
കേക്ക് മുറിച്ച് അംഗങ്ങൾ ആഘോഷം കേമമാക്കുകയും ചെയ്തു. ജില്ലാ ഹൗസ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം ഒരുക്കിയത്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള മാർച്ചിന് പ്രോച്ചൽ തുടക്കം. ചെങ്കടലായി ഉപ്പള. UDF സർക്കാർ സർവ്വമേഖലയിലും പരാജയമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കേരളം കൂരിരുട്ടിലാണെന്നും കാരാട്ട്. ഉമ്മൻചാണ്ടി സർക്കാർ കായംകുളം കൊച്ചുണ്ണിയെ വെല്ലുന്ന കള്ളത്തരങ്ങളാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുമ്മനത്തിന്റെ കുതന്ത്രം കേരളത്തിൽ വിലപോവില്ലെന്നും കോടിയേരി. വിളമ്പുന്നത് ചീഞ്ഞു നാറിയ ഭക്ഷണം. നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് റെയ്ഡ്. നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി പൂഴിത്തൊഴിലാളി. വിസ്മയം പകർന്ന് മുഹമ്മദ് റഖീബുൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.